കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള തിരുവനന്തപുരത്തെ MP ആയിട്ടുള്ള ശശി തരൂർ വീണ്ടും കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുകയല്ല, കോൺഗ്രസിനെ എല്ലാ അർത്ഥത്തിലും വലിഞ്ഞു മുറുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ തരൂർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനു മുന്നേ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വിഷയമുണ്ടായിരുന്നു. നരേന്ദ്രമോദി ട്രംപുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് തരൂർ പറഞ്ഞത് വളരെ വലിയ തോതിൽ ആ ഒരു കൂടിക്കാഴ്ചയെ തന്നെ പ്രശംസിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെ പോലും പ്രശംസിച്ചുകൊണ്ട് തരൂർ പറഞ്ഞതിനെ കോൺഗ്രസ് വളരെ വലിയ തോതിൽ എതിർത്തതും ശശി തരൂരിന് താക്കീത് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു ഇടയുണ്ടായ ഒരു കാര്യമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വിലവയ്ക്കാതെയാണ് ശശി തരൂർ വീണ്ടും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ശശി തരൂർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി പോലും എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ശശി തരൂർ അതൊന്നും തന്നെ വകവയ്ക്കാതെ ഇപ്പോൾ നരേന്ദ്രമോദിയെ അത്രത്തോളം പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ദില്ലിയിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താനായിട്ട് മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ ഞാൻ എതിർത്തത് അബദ്ധമായെന്നുമാണ് ശശി തരൂർ തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളുമായും സംസാരിക്കാനുള്ള ഇടം മോദിക്ക് ഇന്നുണ്ടെന്നും തരൂർ പറഞ്ഞു. തരൂരിന്റെ പ്രശംസ BJPയും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ BJP പ്രചരണായുധമാക്കിയിരിക്കുകയാണ്. തരൂരിനെ ടാഗ് ചെയ്തുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ പോലും സുരേന്ദ്രൻ പോലും ഇപ്പോൾ എക്സിൽ അഭിനന്ദന കുറിപ്പിട്ടിരിക്കുകയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദാർഹമാണെന്നാണ് K സുരേന്ദ്രൻ ഇപ്പോൾ എക്സിൽ കുറിച്ചത്. മറ്റു കോൺഗ്രസുകാരിൽ നിന്ന് വ്യക്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നുമാണ് സുരേന്ദ്രൻ കുറിച്ച കാര്യമെന്ന്. സുരേന്ദ്രൻ മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഈ ഒരു നിലപാടെന്ന് പറയുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ ഇത് വലിയ തോതിൽ ഇപ്പോൾ BJPയുടെ നേതാക്കൾ ആയുധമാക്കിയിരിക്കുക തന്നെയാണ്. അത് മാത്രമല്ല, ശശി തരൂരിന്റെ ഈ ഒരു നിലപാട് കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിൽ ശശി തരൂരിനെതിരെ ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഇതിന് എതിരെ പ്രതികരിച്ച നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, ശശി തരൂരിനെതിരെ വളരെ വലിയ തോതിൽ കർശനമായിട്ടുള്ള നടപടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. അതായത് ഇതിപ്പോൾ ഒന്നും രണ്ടും തവണയല്ല ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും ഇതിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ മനസ്സിൽ പലതും ഉറപ്പിച്ചിട്ട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ എന്തായാലും ഇനി നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു വരുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. കോൺഗ്രസ് പോലും ശശി തരൂരിനെതിരെ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുമാത്രമല്ല, ശശി തരൂരിന്റെ ഇന്നത്തെ നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ BJPക്കുള്ളിൽ ശശി തരൂരിനോടുള്ള ആ ഒരു സ്വീകാര്യത വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂർ തീർച്ചയായിട്ടും BJPയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ ഇവിടെ കൂടി വരിക തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ശശി തരൂർ കോൺഗ്രസ് വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തന്നെയും തീർച്ചയായിട്ടും ശശി തരൂരിന് അർഹിക്കുന്ന പദവികൾ, അതും ഉന്നത പദവികൾ തന്നെ ശശി തരൂരിന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂരും കോൺഗ്രസുമായിട്ടുള്ള ആ ഒരു അടുപ്പം അത് അകലമായി മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന്റെ വിള്ളൽ വളരെ വലുതായി കൂടിയിരിക്കുന്നു. ഇനിയും ഇതുപോലെ തുടർന്നു പോകാനായിട്ട് ആവത്തില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പല വമ്പൻ തീരുമാനങ്ങളും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അത് ശശി തരൂരിന് അനുകൂല ഘടകമാകാനായിട്ട് ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അത് മാത്രമല്ല, ശശി തരൂർ ആയാൽ പോലും
തന്റെ നിലപാടുകൾ കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതും നരേന്ദ്രമോദിക്ക് അനുകൂല ഘടകമായിട്ട് തന്നെയാണ് ശശി തരൂർ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ശശി തരൂരിന് പുറത്തേക്കുള്ള വാതിൽ, അതായത് കോൺഗ്രസിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയാണ് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അത് ചെന്നെത്തുക തീർച്ചയായിട്ടും BJP-യിലേക്ക് തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും അത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറത്തുള്ളൂ എന്നുള്ളതും വാസ്തവം തന്നെയാണ്. കാരണം നിലവിൽ ശശി തരൂരിന് കോൺഗ്രസിൽ ലഭിക്കാത്ത പല സ്ഥാനങ്ങളും BJP-ക്കുള്ളിൽ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശശി തരൂര് അർഹനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം പ്രവൃത്തി പരിചയമുള്ള വ്യക്തി, ഉന്നതരുമായിട്ട് ഇടപെടാനായിട്ട് അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി, വിദേശകാര്യങ്ങളിൽ അത്രത്തോളം തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും ശശി തരൂര് കോൺഗ്രസിന് നിലവിൽ വളരെ വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുക തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പ്രധാനമന്ത്രിക്ക്, BJP-ക്ക്, കേന്ദ്രത്തിന് അനുകൂല ഘടകമായിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അത് കോൺഗ്രസിനെ വലിഞ്ഞു മുറുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും കോൺഗ്രസിനെ സംശയത്തിന്റെ നിഴലിൽ കാണുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത നിലപാടെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും ശശി തരൂര് തന്നെ എടുക്കുമോ അതല്ല കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലൊരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തുടരെ അതായത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ താക്കീത് ചെയ്തിട്ട് പോലും ശശി തരൂരിന്റെ തുടരെയുള്ള ഈ പ്രസ്താവനകളൊക്കെ തന്നെ ശശി തരൂര് വളരെ വലിയ തോതിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള തീരുമാനമെടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിനുള്ളിൽ താൻ അങ്ങനെ ആരെയും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന ഉറച്ച മനസ്സോടുകൂടി തന്നെ ആയിരിക്കണം ശശി തരൂർ വീണ്ടും ഈ ഒരു പ്രസ്താവനകളൊക്കെ തന്നെ കേന്ദ്രത്തിനെ അനുകൂലിച്ചുകൊണ്ടായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ടായാലും രംഗത്തെത്തുന്നത്.